ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഒറോട്ടി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് കുഴക്കേ പരത്തേ ഒന്നും വേണ്ട. മാവ് കലക്കിയിട്ട് തന്നെ ഒറോട്ടി ഉണ്ടാക്കിയിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ കഴിക്കാൻ മത്തിമുളകിട്ടതും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഒറോട്ടിപ്പൊടിയാണ്. നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ചുള്ള പൊടിയിട്ട് സാധാരണ നമ്മൾ മലപ്പുറക്കാരെ പൊടി ഉണ്ടാവില്ല, അത് ചെയ്താൽ ഇത് ശരിയായി കിട്ടൂല. ഞാൻ ഹജ്വ എന്നുള്ളൊരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം കേട്ടോ. എത്ര വെള്ളം എന്ന് ഞാൻ പറയണില്ല, ഓരോരോ പൊടിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് വെട്ടി തിളക്കണ്ട. അതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ അരിപ്പൊടി നമ്മൾ പച്ചരിയൊക്കെ കൊടുത്തൊരു പൊടിപ്പിച്ചെടുത്ത പൊടി ഉണ്ടല്ലോ, അതായിട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഒട്ടലാണ്. ഞാൻ അതും വെച്ചിട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിന്റെ കൂടെ കഴിക്കാൻ മത്തി മുളകിട്ടത് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. മീൻ മുളകിട്ടത് അല്ലെങ്കിൽ നല്ല മട്ടൻ കറി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നല്ല മേച്ചാണ് കേട്ടോ. ഇപ്പൊ ഇത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാവ് ഇതേപോലെ കലക്കിയെടുക്കുക. ഒരുപാട് ലൂസായി പോവരുത്. ഇനി നമുക്കിതാ പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരു തവി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. മീതെ പരത്തി കൊടുക്കരുത്. ഒരുപാട് പരത്തി കൊടുത്താൽ പിന്നെ അത് ദോശ പോലെ ആയിട്ട് വരും. ഇതുപോലെ ഒരു പത്തിരിയുടെ ഷേപ്പായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഒരു 50 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടാ. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. ഇതിന് മീതെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗീ ആണ് ഇഷ്ടമെങ്കിൽ അത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നല്ല ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അപ്പുറത്തെ സൈഡും നന്നായിട്ട് വെന്ത് വരും. നിങ്ങൾക്ക് നല്ല ബ്രൗൺ ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കുറെ ടൈം എടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതും ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. ഏത് മടിയുള്ളവർക്കും നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാൻ കഴിയും. രാവിലെ ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ നീറ്റ് വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാവ് കലക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് കട്ടിപ്പത്തിരി പോലെ അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിത് മീൻകറിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഒരുപാട് മൊരിയിക്കാതെ എടുക്കണം, നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ. അപ്പൊ അതാ 2 എണ്ണം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. ഓരോ റൊട്ടിയും ഇതുപോലെ തന്നെ മറിച്ചിടുന്ന ടൈമിന് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ അടിഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കറി ഉണ്ടാക്കുന്നത് മത്തിയാണ്. അപ്പൊ അതാ ഒരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ സവാള അധികം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആണ് കറിക്ക്. മുളക് കറിയൊക്കെ വെക്കുമ്പോൾ ചെറിയുള്ളി ആണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചതാണ്. അപ്പൊ വെളുത്തുള്ളി ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ, ചെറിയുള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂണ് പെരിഞ്ചീരകം എല്ലാം കൂടി ചതച്ചതാണിത്. പിന്നെ ഒരു 3
പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പൊ എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ മുളക് പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, ചിലർക്ക് അങ്ങനെ പുളി ഇഷ്ടം ഉണ്ടാവില്ല, അപ്പൊ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീൻ വെന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ ഏത് കറിയിലാണെങ്കിലും, മീൻകറി ആണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും ഒക്കെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കേ. ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതാ മീന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മീനിന്റെ തലഭാഗത്തോടെ കട്ട് ചെയ്തതല്ല, തല ഞാൻ വേറെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കറിക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടാ ഇത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ അതിലുള്ള ആ ഒരു നെയ്ഭാഗം ഉണ്ടാവില്ല മീനിന്റെ ഉള്ളിലുള്ള, അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് വേപ്പില കൂടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് 2-3 തിളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ബബിൾസ് ഒക്കെ പോയതിനു ശേഷം തിള ഒന്ന് നിന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി. ഇനി ഇത് ഒറോട്ടിയുടെ കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മടിയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഒറോട്ടി റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.